അങ്ങനെ വൂന്തുക്ക് തിരിച്ച് വീട്ടിലെത്തുന്ന ടൈമിൽ കാണുന്നത് ഹോങ്ഷിം ആണെങ്കിൽ വില കൂടിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് റൈസ് കേക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതായത് ഇവൾ ആ മേശയൊക്കെ വിറ്റ കാശ് ഉപയോഗിച്ചിട്ട് അയൽക്കാർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് നോക്കുന്നത്. ഇവർ പോവാൻ നിൽക്കുകയാണല്ലോ. ഇവളാണെങ്കിൽ ആ സാധനം കണ്ടുപിടിച്ചു കൊടുത്തോ, ആ പെൺകുട്ടി എങ്ങനെയുണ്ട്, കണ്ടപ്പോൾ ഭംഗിയായിട്ടൊക്കെ തോന്നിയോ എന്നൊക്കെ ചോദിച്ച് ഒരു കുശുമ്പ് സ്വഭാവം അവിടെ കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇവനാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല. നൈസായിട്ട് ഇവളെ ചൊറിയുന്നതും അതിനുശേഷം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരി നീ തന്നെയാണെന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇത്രയും അധികം സന്തോഷിച്ച ദിവസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിന്റെ ഓർമ്മ തിരിച്ചു കിട്ടരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി തിരിച്ചു കിട്ടിയാലും നീ എൻ്റെ അടുത്തുനിന്ന് പോവോ, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ നിനക്ക് എന്നെ വിശ്വാസമില്ലേ, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഇനിയിപ്പോൾ അതൊരു കോൺട്രാക്റ്റിൽ എഴുതി തരേണ്ടി വരുമോ എന്ന് ഇവൻ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഹോങ്ഷിം ആണെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആണല്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പേനയും ഇങ്കൊക്കെ എടുത്ത് വരാമെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ നൈസായിട്ടൊരു കിസ് അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കോൺട്രാക്റ്റ് എന്ന് അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഊന്തൂക്കാണെങ്കിൽ ഗുമസ്തന് വന്നിട്ട് ആ റൈസ് കേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വില കൂടിയ റൈസ് കേക്ക് അല്ലേ, ഇത് എവിടെ നിന്ന് കിട്ടി, വീണ്ടും ലോണുകാരൻ്റെ അടുത്ത് ലോൺ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ടേബിളും മറ്റും വിറ്റു, ആ കാശ് കൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറയുമ്പോൾ ഓ അവസാനം നിനക്ക് ബുദ്ധി വെച്ചു എന്ന് ഈ ഗുമസ്തൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ നിങ്ങൾ ഇവിടെ 10 വർഷമായില്ലേ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, സോ സ്റ്റേറ്റ് എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ, നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് എക്സാം എഴുതുകയാണെങ്കിൽ ഒരു 9th റാങ്ക് ഉള്ള ഒരു ജൂനിയർ ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് കിട്ടും, അതത്ര നിസ്സാരമൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ ഗുമസ്തനാണെങ്കിൽ ആ എക്സാം എളുപ്പമാണെന്നാണോ നിൻ്റെ വിചാരം, അത് ഭയങ്കര ബുദ്ധിമുട്ട്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതിയ ഓഫീസ് റെക്കോർഡൊക്കെ ഞാൻ കണ്ടു, അത് വളരെ ചിട്ടയുള്ളതാണ്, നിങ്ങൾക്കതിന് കഴിയുമെന്ന് പറയുമ്പോൾ ഓഫീസ് റെക്കോർഡ് നോക്കിയെന്നോ, നീ എപ്പോഴാണ് ഓഫീസ് റെക്കോർഡ് നോക്കി, ആഹാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗുമസ്തൻ അങ്ങനെ ചൂടാകുന്ന ടൈമിൽ വൂന്തൂക്കാണെങ്കിൽ കൂളായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന ഗുമസ്തനാണെങ്കിൽ ഇവന് എങ്ങനെ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഹോങ്ഷിം ആണെങ്കിലോ ഗുദൂളിനും അതുപോലെ അവളുടെ ഫ്രണ്ടിനും ഇതുപോലെ കേക്ക് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിനാണെങ്കിൽ ഇവൾ പുതിയ പെയർ ഷൂസ് വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഫ്രണ്ടിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇവളാണെങ്കിൽ ഹഗ് ചെയ്തിട്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കരയുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ കൊട്ടാരത്തിലാണെങ്കിൽ കിംചോ രക്ഷപ്പെട്ടല്ലോ, അതുകൊണ്ട് കിംചോ വാളുമായി വന്ന് തന്നെ ആക്രമിക്കുന്നതൊക്കെ നമ്മുടെ കിങ് സ്വപ്നം കാണുന്നതും അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ എല്ലായിടത്തും പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഇങ്ങനെ വിഷമിക്കാതെ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കിംചയുടെ താഴെയുള്ള ഒരുപാട് സ്റ്റാഫ് ഉണ്ടല്ലോ, ഇവരൊക്കെ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്നതും ഈ മീറ്റിംഗ് ഈ സമയത്ത് ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതറിയത്തില്ല, ഒരു സീക്രട്ട് ലെറ്റർ കിട്ടിയതാണെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും സീക്രട്ട് ലെറ്റർ കിട്ടിയോ, ഈ സീക്രട്ട് ലെറ്റർ ആരാ അയച്ചെന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ നേരത്തെ ക്യൂനിന്റെ വലം കൈയായ ഒരാളുണ്ടായിരുന്നല്ലോ, അയാൾ നേരെ കിംചിയുടെ പക്ഷത്തേക്ക് ചാടിയല്ലോ, അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഇയാൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നതും എന്തായാലും അയാൾ ഇവിടെ ഇരിക്കട്ടെ, മിക്കവാറും പ്രിൻസ് സെവോൺ ആയിരിക്കും ചിലപ്പോൾ കിങ് ആവുക, അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് ഇവർ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കിംചിയുടെ സ്റ്റാഫിന് അതൊന്നും ഇഷ്ടമാകുന്നില്ല കേട്ടോ. കിംചി എവിടെ പോയി എന്ന് വലം കൈയായ നിനക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് ആ ഓഫീസ് സ്റ്റാഫോട് ചോദിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് കിംച കയറി വരുന്നത്. ഇയാളെ കാണുന്നതും ഇവരെല്ലാവരും ഞെട്ടുന്നുണ്ട്. താങ്കൾ ഇത്രയും കാലം എവിടെയായിരുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കൊട്ടാരത്തിലേക്ക് എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. പ്രിൻസസ് എവോണിന്റെ പട്ടാഭിഷേകം നടത്താൻ പോവാ, നമുക്കത് തടയേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ രാജാവിനെ ആ ഒരു പരിപാടിക്ക് വേണ്ടി സഹായിക്കണമെന്നാണ് പറയുന്നത്. ഇത് കേട്ട് ഇവരുടെ കിളി പോകുന്നുണ്ട്. പിന്നീട് കിംചയുടെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടല്ലോ, അയാളോട് സംസാരിക്കുന്നതും ഈ സ്റ്റാഫ് ആണെങ്കിൽ കിങ് അയച്ച ആളുകളല്ലേ അങ്ങേ കൊല്ലാൻ ശ്രമിച്ചത്, എന്നിട്ടും അങ്ങ് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എത്രയും പെട്ടെന്ന് നമുക്ക് കിങ്ങിനെ പരാജയപ്പെടുത്തിയല്ലേ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ടും ഉചിതമല്ല, അതിലും വലിയൊരു തീരുമാനമാണ് എടുക്കേണ്ടത്, എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് സോങ്ജോ വില്ലേജിലേക്ക് പോകണമെന്ന് പറയുന്നതും ഹോങ്ഷിമിന്റെ ബ്രദറെയാണെങ്കിൽ ആ സ്റ്റാഫ് വേറെ എവിടേക്കോ ആണ് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക, അതിനുശേഷം ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പോൾ ബോധം വരുന്ന ഹോങ്ഷിമിന്റെ ബ്രദറിനോട് ഈ സ്റ്റാഫ് പറയുന്നുണ്ട്, അതായത് കിംചയും ഞാനും കൂടിയിട്ട് സോങ്ജോ വില്ലേജിലേക്ക് പോവുകയായിരുന്നു, ആ ടൈമിൽ ഒരുപാട് പേര് വന്ന് അറ്റാക്ക് ചെയ്തു, അദ്ദേഹത്തിന് പ്രിൻസ് ജീവിച്ചിരിക്കുന്ന കാര്യവും എല്ലാം അറിയാം, താങ്കൾക്ക് നന്നായി പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ നന്നായി റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ സിസ്റ്ററുടെ അടുത്തേക്ക് പോകണം എന്നാണ് അവിടെ പറയുന്നത്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ എന്നൊക്കെ ഈ സ്റ്റാഫ് ചോദിക്കുന്ന ടൈമിൽ ഈ ഹോങ്ഷിമിന്റെ ബ്രദർ അവിടെ ചോദിക്കുന്നുണ്ട്, കിംച ഒരു പക്ഷേ മരിച്ചിട്ടില്ലെങ്കിലോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ അനിയത്തിയുടെ ജീവിതം വളരെ ഡേഞ്ചറിലാണെന്നാണ് അപ്പോൾ ബ്രദർ അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ നമ്മുടെ ജെയ്യൂനാണെങ്കിൽ കൊട്ടാരത്തിൽ എത്തുന്നുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കടത്താൻ സമ്മതിക്കുന്നില്ല കേട്ടോ, അതായത് ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്ന ടൈമിൽ ജെയ്യൂനാണെങ്കിൽ അങ്ങനെയെങ്കിൽ എനിക്ക് സ്റ്റാഫ് ഹ്യൂക്കിനൊന്ന് കാണാൻ പറ്റുമോ, ആളെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വിളിച്ചാൽ മതി, അർജന്റ് കാര്യമാണെന്ന് പറയുന്നതും പ്രിൻസസിന്റെ അടുത്തെത്തുന്ന കോർട്ട് ലേഡിയാണെങ്കിൽ ഹോങ്ഷിമിന്റെ ബ്രദർ ഒരു ലെറ്റർ തന്നിട്ടുണ്ടെന്ന് പറയുന്നതും ആ ലെറ്റർ തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നൊരു ചരട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ തന്നെ ഹോങ്ഷിമിന്റെ ബ്രദറും ആ സ്റ്റാഫൊക്കെ കൂടിയിട്ട് കുതിരപ്പുറത്ത് പോകുന്നതും കാണിക്കുന്നുണ്ട്. അതായത് ഈ ചരട് നീ എനിക്ക് ഒരുപാട് മുന്നേ തന്നിട്ടുള്ളതാണ്, ഇതെന്നെ ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്തു, ഇനി ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ, ഇത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്.
അതുപോലെ ഈ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കുട്ടിക്ക് ജന്മം നൽകണം, ആ കുട്ടി നിന്നെ നോക്കും, ഈ നാടിൻ്റെ സമ്പത്താണ്. ഇതൊക്കെയാണ് ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക. ഇതൊക്കെ വായിക്കുന്ന പ്രിൻസസിനാണെങ്കിൽ ആകെ അങ്ങ് സങ്കടം വരികയാണ് കേട്ടോ. ഇവളാണെങ്കിൽ എനിക്ക് ഉടനെ തന്നെ അവനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ഈ കോർട്ട് ലേഡിയാണെങ്കിൽ പ്രിൻസസിനെ തടയുന്നുണ്ട്. അങ്ങയുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു കുഞ്ഞുകൂടി ഉണ്ടെന്ന് ഈ കോർട്ട് ലേഡി പറയുന്നതും ഇവളാണെങ്കിൽ ഭയങ്കര വിഷമത്തിലെ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ വിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് എന്നവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ജെയുനാണെങ്കിൽ ഹ്യൂക്കിനെ കാണുന്നതും അല്ല രാജകുമാരൻ മരിച്ചിട്ടില്ല എന്നൊരു റൂമർ കൊട്ടാരത്തിൽ മൊത്തം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് ജെയുൻ ചോദിക്കുമ്പോൾ ഹ്യൂക്കാണെങ്കിൽ അത് ഒരുപാട് ദിവസം മുന്നേ കുറച്ച് ആളുകൾ രാജാവിന് സമ്മാനം കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരാളെ കണ്ടപ്പോൾ ശരിക്കും രാജകുമാരനെ പോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ആരൊക്കെയോ പറയുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു റൂമർ ആയിരിക്കാമെന്ന് ഇവൻ പറയുന്നതും ജെയുനാണെങ്കിൽ ഇവൻ്റെ കയ്യിലുള്ള രേഖാചിത്രം കാണിച്ചു കൊടുത്ത് ഇത് ആരാണെന്ന് അറിയൂ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹ്യൂക്കാണെങ്കിൽ ഇത് നമ്മുടെ രാജകുമാരനല്ലേ എന്ന് അവിടെ ചോദിക്കുമ്പോൾ ജെയുവിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി വ്യക്തമാകുന്നുണ്ട്. ജെയുനാണെങ്കിൽ പട്ടാഭിഷേകം എന്നാ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ 4 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എൻ്റെ കാര്യം എന്നവിടെ ചോദിക്കുന്നതും ഇവനാണെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് സോങ്ജോ വില്ലേജിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹ്യൂക്കാണെങ്കിൽ എന്തിനാ ഇത്രയും പെട്ടെന്ന് ധൃതിപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുന്നതും തിരിച്ചു പോകുന്ന ജെയുനോട് ഹ്യൂക്ക് ചോദിക്കുന്നുണ്ട് അല്ല നമ്മുടെ രാജകുമാരനെ പോലെ തന്നെ ഇരിക്കുന്ന ഇയാൾ ശരിക്കും ആരാ എന്ന്. അപ്പോൾ നമ്മുടെ ജെയുനാണെങ്കിൽ അത് രാജകുമാരൻ തന്നെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ഇവർ പിറ്റേ ദിവസമാണ് ബ്രദർ വരാമെന്ന് പറഞ്ഞിരിക്കുന്നതും ഹോങ്ഷിമും വൂന്തൂക്കൊക്കെ പോകാൻ നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ എല്ലാം പാക്ക് ചെയ്യുന്നതും ഇവനാണെങ്കിൽ എനിക്ക് എൻ്റെ ബെഡ് എടുത്തൂടെ, ഇത്രയും ഡ്രസ്സ് എടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമാണെങ്കിൽ ഹോങ്ഷിമ് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഇവൻ്റെ ലിസ്റ്റ് അങ്ങ് കൂടുകയാണ്. അതായത് കാശ് കൊടുത്തു വാങ്ങിയ എല്ലാ സാധനങ്ങളും ഇവന് കൊണ്ടുപോകണം. അപ്പോൾ ഹോങ്ഷിം ആണെങ്കിൽ എൻ്റെ ചേട്ടനെ ഇതൊന്നും അത്ര ഇഷ്ടമാകത്തില്ല, ആള് സിമ്പിൾ ആയിട്ടുള്ള ആളാന്നൊക്കെ അവിടെ പറയുന്നതും ഇവൻ മനസ്സില്ല മനസ്സോടെ എന്നാൽ ശരി ഇത് വേണ്ട ഇത് വേണ്ടെന്ന് പറഞ്ഞ് ഓരോ സാധനങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഹോങ്ഷിമിനും അച്ഛനും ശരിക്കും ചിരി വരുന്നുണ്ട്. ഹോങ്ഷിം ആണെങ്കിലും ഇവൻ വാങ്ങിക്കൊടുത്ത ആ ഷൂസ് എടുത്ത് പാക്ക് ചെയ്യുന്നത് കണ്ട് ഇത് ഞാൻ നിനക്ക് ഇടാൻ തന്നതല്ലേ, നീ ഇതെന്തിനാ പാക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നടക്കാനൊക്കെ ഉണ്ടായിരിക്കില്ലേ, ഇത് നാശാവില്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇത് ഞാൻ വാങ്ങി തന്നിരിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിനൊരു ഉപയോഗമില്ലെങ്കിൽ പിന്നെ ഈ ചെരുപ്പിന് അർത്ഥമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഇവൻ ഒരുപാട് സംസാരിക്കുന്ന ടൈമിൽ ഇതൊക്കെ കാണുമ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം അത്രയും അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇവർ പരസ്പരം മനസ്സിലാക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗിൽ വൂന്തൂക്ക് നോക്കുമ്പോൾ ഇവളാകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് വീടിൻ്റെ മുറ്റത്ത് ബ്രദറിനെയും കാത്തു നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ഇത്രയും നേരമായിട്ട് ബ്രദർ വന്നില്ലല്ലോ, ആൾ ഇന്ന് വരാമെന്നല്ലേ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നീ ടെൻഷൻ അടിക്കാതിരിക്കുക, ഇന്നത്തെ ദിവസം കഴിയാറായിട്ടില്ലല്ലോ, ആൾ എന്തായാലും വരും, നീ കുറച്ചു നേരം പോയി കിടന്ന് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ കിംചയും അയാളുടെ പടയാളികളും കൂടി സോങ്ജോ വില്ലേജിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട്. ഈ ടൈമിൽ കിംച ആലോചിക്കുന്നത് നേരത്തെ തടവിലാക്കിയ ആ ഒരു പടയാളിയെ കിംച കാണാൻ പോകുന്ന ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശരിക്കും പ്രിൻസിനെ കൊന്നു എന്ന്, നിനക്ക് സത്യം പറയാൻ ഒരവസരം കൂടി ഞാൻ തരാമെന്ന് കിംച പറയുന്ന ടൈമിൽ അയാൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് സോങ്ജോ വില്ലേജിലെ ഒരു സാധാരണക്കാരനായി പ്രിൻസ് ജീവിക്കുന്നുണ്ടെന്നും അദ്ദേഹം പ്രിൻസ് ആണെന്ന് അദ്ദേഹത്തിനും അറിയില്ല, അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകൾക്കും അറിയില്ല, അദ്ദേഹത്തിന് അംനേഷ്യയാണെന്നൊക്കെ പറയുന്ന ഒരു സീനാണ് കിംചി ഇപ്പോൾ ആലോചിച്ചെടുക്കുന്നത്. ഇതേ ടൈമിൽ വൂന്തൂക്കും ഹോങ്ഷിയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ഇവൾക്കാണെങ്കിൽ ഒരു ബാഡ് ഫീലിംഗ് വരികയാണ്. ഇത്രയും നേരമായിട്ട് ചേട്ടൻ വന്നില്ലല്ലോ, ആൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ വൂന്തൂക്കാണെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്, നമുക്ക് ആളെ അന്വേഷിച്ചിറങ്ങിയാലോ എന്ന് പറയുന്നതും അപ്പം അച്ഛനാണെങ്കിൽ അതിനാളെ എവിടെ താമസിക്കുന്നതെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലല്ലോ എന്നവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹോങ്ഷിം ആണെങ്കിൽ ചേട്ടൻ ഹാനിയാങ്ങിലെ ആ ബ്രിഡ്ജിൻ്റെ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഒന്ന് അന്വേഷിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ വൂന്തൂക്കാണെങ്കിൽ എന്തായാലും നമുക്ക് ഇന്നൊരു ദിവസം കൂടി വെയിറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ആളുടെ പിക്ചറൊക്കെ വരച്ച് മാർക്കറ്റ് പ്ലേസിൽ ഒരു നോട്ടീസൊക്കെ ഒട്ടിക്കാമെന്ന് പറയുന്നതും ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ഗുദൂളാണെങ്കിൽ അല്ല നിങ്ങളെല്ലാവരും എന്താ ഇവിടെ ഇരിക്കുന്നത്, മാർക്കറ്റിൽ ഉത്സവം നടക്കുകയില്ലേ, അങ്ങോട്ട് വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നതും ഇവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല. അച്ഛനാണെങ്കിൽ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോകാൻ നോക്കുകയാണ്, സോ അവസാനത്തെ ഒരു ഉത്സവമാണ്, നിങ്ങൾ അതിൽ പങ്കെടുത്തു വരൂ എന്നിവരോട് പറയുന്നുണ്ട്. വൂന്തൂക്കാണെങ്കിലോ അത് ശരിയാ, നമ്മളിനി ചിലപ്പോൾ ആരും ഇല്ലാത്ത ഒരു ഐലാൻഡിലേക്കോ അതും അല്ലെങ്കിൽ വല്ല മലപ്രദേശത്തേക്കൊക്കെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക, അവിടെ ഇങ്ങനത്തെ ഫെസ്റ്റിവലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്കിതൊന്ന് പോയി എൻജോയ് ചെയ്തു വരാമെന്ന് വൂന്തൂക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഗുദൂളിനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. ഇതേ ടൈമിൽ ആ മാർക്കറ്റിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്കൊന്നും വായിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് എന്താ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇവർ മിഴിച്ചു നിൽക്കുന്നുണ്ട്. ഹോങ്ഷിമിന്റെ ഫ്രണ്ട് ആണെങ്കിൽ വൂന്തൂക്കിനെ വിളിച്ചാലോ എന്ന് പറയുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ഏയോളാണെങ്കിൽ പുതിയ പ്രിൻസസിന്റെ പട്ടാഭിഷേകം നടത്താൻ പോവുക, അതാണ് ഈ പോസ്റ്ററിൽ എഴുതിയിട്ടുള്ളതെന്ന് അവിടെ പറയുന്നതും ഗുദൂളാണെങ്കിൽ പെട്ടെന്ന് ഏയോളിനെ കാണുമ്പോൾ അന്തം വിട്ട് വായി നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ഭാര്യയാണെങ്കിൽ നാണമില്ല മനുഷ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാൻ, ഒന്നില്ലെങ്കിലും അതൊരു ബാർ ലേഡി അല്ലേ എന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങുകയാണ്. ഹോങ്ഷിമും വൂന്തൂക്കും അവിടെ എത്തുന്നതും അവിടെ ഒരുപാട് മത്സരങ്ങളും അതുപോലെ തന്നെ ഒരു മാജിക് ഷോ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആ മാജിക് ഷോയിൽ ഇയാൾ ഹോങ്ഷിമിനെ വാനിഷ് ആക്കുന്നുണ്ട്, അതിനുശേഷം പിന്നീടും തിരിച്ചെത്തിക്കുന്നുണ്ട്, അതിനുശേഷം ഇവൾക്കൊരു റോസാപ്പൂവൊക്കെ സമ്മാനമായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ചു വരുന്ന
ടൈമിൽ മാർക്കറ്റിൽ വെച്ച് തന്നെ ഇവളാണെങ്കിൽ ഈ റോസാപ്പൂവൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ ഈ പൂവെന്ന് പറയുമ്പോൾ ഇത് റോസാണെന്ന് പൂന്തുക്ക് പറയുന്നത് കേട്ട് ഇതാണോ റോസാ ചെടി, ഞാൻ ഇതുവരെ ഈ ചെടി കണ്ടിട്ടില്ല, എത്ര മനോഹരമായിരിക്കുന്നു എന്ന് ഇവൾ പറയുന്നതും ഇവനാണെങ്കിൽ അത് വാങ്ങി അങ്ങ് വലിച്ചെറിയുന്നുണ്ട്. മറ്റൊരാൾ തന്ന പൂവിനെ ഇത്രയും അധികം പ്രശംസിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നതും ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും മാറുന്നുണ്ട്. ഇതേ ടൈമിൽ അങ്ങോട്ട് വരുന്ന ജയൂനാണെങ്കിൽ ഇവനെ കാണുന്നുണ്ട്, ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഇവനെ കാണുന്ന ടൈമിൽ ഇവനും ശരിക്കുള്ള രാജകുമാരനും തമ്മിലുണ്ടായിരുന്ന ആ സന്ദർഭമൊക്കെ ആലോചിച്ചെടുക്കുന്നതും ഇവർ തമ്മിൽ സാമ്യമുണ്ടോ എന്നൊക്കെ ഇവനിങ്ങനെ ആലോചിച്ചെടുക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒരു കുഞ്ഞ് ബൊക്കെ ഫ്ലവർ വാങ്ങിയിട്ടാണ് തിരിച്ച് ഹോങ്ഷിമിൻ്റെ അടുത്ത് എത്തുന്നത്. ഇവനാണെങ്കിൽ ഈ ഫ്ലവേഴ്സ് കൊടുക്കുന്നതും ഹോങ്ഷിം അപ്പം ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞല്ലോ, അതോർത്ത് ഒരിക്കലും നിനക്ക് വിഷമിക്കേണ്ടി വരില്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ നിന്നെ ഞാൻ പിരിയുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും വിഷമിക്കേണ്ടി വരിക എന്നവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവളാണെങ്കിൽ ആ ഫ്ലവേഴ്സൊക്കെ വാങ്ങി ഇവൻ്റെ കവിളിൽ ഒരു ചുംബനൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്യൂട്ട് സീനാണ് അവിടെ കാണിക്കുന്നത്. ആ ടൈമിൽ തന്നെ കറക്റ്റായിട്ട് അവിടെ ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിതൊക്കെ ആസ്വദിച്ച് നോക്കി നിൽക്കുന്നതും ഇവനാണെങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് പറഞ്ഞ് നോക്കുന്ന ടൈമിൽ ഹോങ്ഷിമിനെ കാണാനില്ല. ഹോങ്ഷിമിനെ മാത്രമല്ല ആ ചന്ത അങ്ങ് പെട്ടെന്ന് കാലിയാവുകയാണ്. എല്ലാവരും ഓടുന്നത് കാണുന്നുണ്ട്. ഇവനാണെങ്കിൽ നീ എവിടെയെങ്കിലും മറിഞ്ഞു നിൽക്കുകയാണോ, പറ്റിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ടൈമിലാണ് അങ്ങോട്ട് കിംചയും അയാളുടെ ആളുകളും വന്ന് ഇവനെ അങ്ങ് വളയുന്നത്. ഹോങ്ഷിമിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഫ്ലവർ ബൊക്കെ അവിടെ വീണ് കിടക്കുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്. കിംചയാണെങ്കിൽ ഇവന് രൂക്ഷമായി നോക്കുന്നതും എന്നെ നിനക്ക് തിരിച്ചറിഞ്ഞില്ലേ എന്ന് കിംച അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വോന്തൂക്കാണെങ്കിൽ നിങ്ങൾക്ക് ആളു മാറിപ്പോയി എന്നാണ് തോന്നുന്നത്, മാറി നിൽക്കൂ, എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നതും കിംചയാണെങ്കിൽ അയാളുടെ പടയാളികളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടില്ലേ, റെസ്പെക്റ്റ് കാണിക്കൂ എന്ന് പറയുന്നതും ഇവരെല്ലാവരും അവിടെ മുട്ടുകുത്തിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇവനൊന്നും മനസ്സിലാകുന്നില്ല. കിംചയാണെങ്കിലോ മുട്ടുകുത്തിയിരുന്ന് താങ്കൾ ഉടനെ തന്നെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നാലും രാജകുമാര എന്ന് പറയുമ്പോൾ ആ രാജകുമാര എന്നുള്ള വിളി കേട്ട് ഇവൻ അങ്ങ് അത്ഭുതപ്പെടുന്നുണ്ട്. അതായത് ഇവനാകെ വണ്ടടിച്ച് നിൽക്കുന്നിടത്ത് വെച്ചാണ് എപ്പിസോഡ് 11 അവസാനിക്കുന്നത്. അതായത് നമ്മുടെ ലിയൂളിനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ച അതേ കിംച തന്നെ ഇപ്പൊ തിരിച്ചു വന്ന് രാജകുമാരനാക്കി തിരിച്ചു കൊണ്ടുപോകുന്നു. എന്തുകൊണ്ട്? ഒരുപക്ഷെ നമ്മുടെ രാജകുമാരന് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കും. എന്തായാലും ഇനി എന്ത് സംഭവിക്കും എന്ന് അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വെയിറ്റ് ചെയ്തേ പറ്റൂ.